എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. ഹെൽമെറ്റ് ഇല്ലാതെ ഒരുത്തനും വരുന്നില്ലല്ലോ. പി സി, നാട്ടുകാരൊക്കെ നിയമം പാലിക്കാൻ തുടങ്ങിയ പാവപ്പെട്ട നമ്മളൊക്കെ എങ്ങനെ ജീവിച്ചു പോകും? ശരിയാണ് സാറേ. സാർ, നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. ഇതുവരെ ഹെൽമെറ്റ് വെക്കാതെ ഒരൊറ്റ ബൈക്കുകാരനും പോയിട്ടില്ല. എനിക്ക് തോന്നുന്നത് മതി മതി മതി, തനിക്ക് അങ്ങനെ തോന്നണ്ട. ശോഭയ്ക്ക് ഇന്ന് വൈകിട്ട് സാരി വാങ്ങി കൊടുക്കാമെന്ന് ഏറ്റതാ. 4 ഹെൽമെറ്റ് ഇല്ലാത്ത തല കിട്ടിയിരുന്നെങ്കിൽ കാര്യം സുഖമായിട്ട് കഴിഞ്ഞു പോയനെ. സാറേ, ഹെൽമെറ്റ് ഇല്ലാതെ ഒരു സൈക്കിൾ യാത്രക്കാരൻ വരുന്നു. പിടിക്കട്ടെ, വല്ലതും തടയും. ഒന്നും മിണ്ടാതിരിയടോ. സാർ, എനിക്ക് തോന്നുന്നത് മതി മതി, തനിക്ക് അങ്ങനെ തോന്നണ്ട. എടോ പി സി, അത് തനിക്ക് കുറെ നേരമായല്ലോ തോന്നാൻ തുടങ്ങിയിട്ട്. പറയടോ, തനിക്ക് എന്താ തോന്നുന്നത്? അത് സാറേ, ഇതുവഴി പോകുന്ന മറ്റു വാഹനങ്ങൾ ഹെൽമെറ്റ് ഇല്ലാതെ വരുന്ന യാത്രക്കാർക്ക് ലൈറ്റ് അടിച്ച് സിഗ്നൽ കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം. സിഗ്നൽ കിട്ടിക്കഴിയുമ്പോ പോക്കറ്റ് റോഡിന് രക്ഷപ്പെടുന്നുണ്ടാവും. റാസ്കൽ, താൻ കൊള്ളാമല്ലോടോ. മതി മതി. ശടാ, ഇതൊരു വലിയ പൊല്ലാപ്പായല്ലോ. ഒരു വഴിയുണ്ട് സാർ. എല്ലാ വാഹനങ്ങളുടെയും ഹെഡ്ലൈറ്റ് എടുത്തു കളയാൻ ഒരു നിയമം കൊണ്ടുവന്നാ പോരെ? താനിങ് വന്നേ, ആ ചെവി ഒന്ന് കാണിച്ചേ. മതി മതി സാറേ, ഇന്നത്തേക്കായി. അയ്യോ, ഒരാള് ഹെൽമെറ്റ് ഇല്ലാതെ വരുന്നു. ഡിങ്കട ഡിങ്ക. വണ്ടി നിർത്തണോ റാസ്കൽ? എവിടെയോ ഹെൽമെറ്റ്? കുടുങ്ങിയോ? ഹെൽമെറ്റോ? അതെ, ഹെൽമെറ്റ്. അതെവിടെയെന്ന് ഫൈൻ അടയ്ക്കണം. സാറേ, പരാതി തരാൻ വേണ്ടി സാറിനെ കാണാൻ വേണ്ടി സാറിന്റെ അടുത്തേക്ക് വരികയാണ് ഞമ്മള്. എന്ത് പരാതി? 1 മണിക്കൂർ മുമ്പ് ഞമ്മളെ ഹെൽമെറ്റ് ഒരു കള്ളം കട്ടുണ്ടോയി സാറേ. സാറൊന്ന് അന്വേഷിക്കണം. എടുത്തോട്ട് പോണോ?